അള്ളാഹുവിൻ്റെ അൽ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മാണ് തവ്വാബ് എന്നത്. കൂടുതലായി പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ എന്ന് നമുക്കിതിന് അർത്ഥം പറയാം. ഇതിൻ്റെ അബ്ജദിയ്യത്ത് 409 പരിശുദ്ധ ഖുർആനിൽ 11 പ്രാവശ്യമാണ് ഇത് വന്നിട്ടുള്ളത്. അടിമകളുടെ മേലിൽ തൗബ സ്വീകരിക്കുന്നവൻ. അടിമകൾ എത്ര തന്നെ തെറ്റുകൾ ചെയ്ത് ആ തെറ്റുകളിൽ ഖേദിച്ചാലും അതിനെയൊക്കെ സ്വീകരിച്ച് അവരുടെ പശ്ചാത്താപം സ്വീകരിച്ച് അവർക്ക് രക്ഷ നൽകുന്നവൻ. തൗബ എന്ന പദത്തിൽ നിന്നാണ് തവ്വാബ് എന്നത് ഉണ്ടായിട്ടുള്ളത്. സൃഷ്ടികളിലേക്ക് ചേർത്തി നോക്കുമ്പോൾ തവ്വാബ് എന്നതിന് കൂടുതൽ തൗബ ചെയ്യുന്നവൻ, പശ്ചാത്തപിക്കുന്നവൻ എന്നാണ് അർത്ഥം. സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് ചേർത്തി നോക്കുമ്പോൾ തവ്വാബ് എന്നത് കൂടുതൽ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ എന്നാണ് അർത്ഥം. തൗബ എന്ന പദത്തിൽ നിന്നാണ് തവ്വാബ് എന്നത് ഉണ്ടായിട്ടുള്ളത്. മടങ്ങൽ നിർബന്ധമായ രൂപത്തിൽ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ട ഒരാൾ അതിൽ നിന്ന് മടങ്ങുക, തുടങ്ങിയിടത്തേക്ക് തന്നെ മടങ്ങിപ്പോരുക എന്നൊക്കെയാണ് തൗബ എന്നതിന് പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. താബ എന്ന് പറഞ്ഞാൽ തന്നെ മടങ്ങി എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കാറുള്ളത്. തെറ്റിൻ്റെ മാർഗത്തിലേക്ക് പോയ ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് മടങ്ങി, അള്ളാഹു അവൻ്റെ മേലിൽ തൗബ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹു അവനെ ശിക്ഷിക്കുക എന്ന ആ ഒരു തലത്തിൽ നിന്ന് അവൻ്റെ ദോഷം പൊറുക്കുക എന്ന റബ്ബിൻ്റെ റഹ്മത്തിൻ്റെ ആ ഒരവസ്ഥയിലേക്ക് അള്ളാഹു മടങ്ങി. അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് തന്നെ അവൻ്റെ അടിമകളുടെ മേലിൽ തൗബ സ്വീകരിക്കുന്നു. അടിമകൾ ചെയ്ത തെറ്റിൽ നിലകൊള്ളാതെ, തുടരാതെ ആ തെറ്റിൽ നിന്ന് പശ്ചാത്താപം ഉള്ളവരായാൽ അള്ളാഹു ഉദ്ദേശിച്ച അടിമകളുടെ മേലിൽ തൗബയെ സ്വീകരിക്കുന്നു. അള്ളാഹു അവൻ്റെ അടിമകൾക്ക് തൗബ നൽകുന്നു. തൗബയുടെ വഴികൾ എളുപ്പമാക്കി കൊടുക്കുന്നു. ഓരോ തൗബയുടെ വഴിയും അടിമകൾക്ക് എളുപ്പമാക്കി കൊടുത്തതിൻ്റെ പിറകെയായി വീണ്ടും തൗബയുടെ മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്നു. തൗബ ചെയ്യുന്ന മനുഷ്യന്മാർക്ക് തൗബ ചെയ്യാനുള്ള ആ ഒരു തൗഫീഖ് അല്ലാഹു തആല നൽകുന്നു. അവരുടെ ഹൃദയങ്ങളെ അല്ലാഹു തൗബയിലേക്ക് മുന്നിടിപ്പിക്കുന്നു. ഈ രൂപത്തിലൊക്കെ തവ്വാബ് എന്ന ഇസ്മിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. തൗബ എന്ന് പറയുന്ന ആ പദം കഴിഞ്ഞുപോയ കാലത്തുള്ളതിനെയും വർത്തമാന കാലത്തുള്ളതിനെയും വരാൻ പോകുന്ന കാലത്തുള്ളതിനെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു പദമാണ്. എന്ന് പറഞ്ഞാൽ ഒരു തൗബയാകണമെങ്കിൽ കഴിഞ്ഞുപോയ തിന്മയുടെ മേലിൽ ഖേദം അവനിൽ ഉണ്ടാകണം. അതേപോലെ തന്നെ വർത്തമാന സമയത്ത് അവൻ ചെയ്ത തിന്മയിൽ നിന്ന് പരിപൂർണമായി ഒഴിഞ്ഞു നിൽക്കണം. അതുപോലെ വരാൻ പോകുന്ന കാലത്ത് ഇനി ആ തിന്മയിലേക്ക് മടങ്ങുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുകയും വേണം. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു ദോഷി എന്ന് പറഞ്ഞാൽ ഒരു വാഹനപ്പുറത്ത് കയറുന്നവനെ പോലെയാണ്. ആ വാഹനം
അവൻ്റെ നാശത്തിലേക്ക് അവനെ കൊണ്ടെത്തിക്കുന്ന ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ഏത് രൂപത്തിലാണോ അവനാവുക ആ രൂപത്തിലായവനാണ് യഥാർത്ഥത്തിൽ ദോഷി. ആ വഴിയിലൂടെ തന്നെ അവൻ പോവുകയാണെങ്കിൽ തീർച്ചയായും അവന് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയില്ല, മറിച്ച് നാശത്തിലേക്കാണ് എത്താൻ കഴിയുക. അതുകൊണ്ട് വഴി തെറ്റിപ്പോയ യാത്രക്കാരൻ അവൻ എന്തു ചെയ്യണം? ആ വഴിയിൽ നിന്നവൻ പിന്തിരിയുകയും അതേപോലെ തന്നെ അവന് രക്ഷ ഏത് വഴിയിലാണുള്ളത് എങ്കിൽ ആ വഴിയിലേക്ക് അവൻ മടങ്ങുകയും ചെയ്യണം എന്നതാണ്. സൃഷ്ടാവായ അള്ളാഹുവിനെക്കുറിച്ച് ഒരാൾ അള്ളാഹുവാണ് തവ്വാബ്, എല്ലാ തൗബയും സ്വീകരിക്കുന്നവൻ, പശ്ചാത്താപത്തെ കൂടുതലായി സ്വീകരിക്കുന്നവൻ എന്ന ഒരർത്ഥതലത്തിലേക്ക് ഒരാൾ എത്തിയാൽ തീർച്ചയായും അവൻ്റെ എല്ലാ അവസ്ഥകളിലും തൗബ ചെയ്യൽ കൊണ്ട് അവൻ അള്ളാഹുവിലേക്ക് മടങ്ങുന്നതാണ്. എപ്പോഴും തൗബയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥ അവനിൽ ഉണ്ടാകും. മുൻഗാമികളായ പല മഹത്തുക്കളും എപ്പോഴും ഇസ്തിഗ്ഫാർ അഥവാ തൗബ എന്ന ആ ഒരു പശ്ചാത്താപത്തോടുകൂടെ തന്നെ ഇസ്തിഗ്ഫാർ നടത്തുന്നവരായിരുന്നു. യഥാർത്ഥത്തിലുള്ള തൗബ നമ്മളിൽ നിന്ന് ഉണ്ടായാൽ, നമ്മുടെ യഥാർത്ഥ തൗബ അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പിന്നെ അവന് ആ തെറ്റിലേക്ക് മടങ്ങാൻ കഴിയുകയില്ല എന്നാൽ നമ്മളുടെ തൗബ മഹദിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ നമ്മുടെ തൗബ അത് അള്ളാഹു പുറത്തു തരണമെങ്കിൽ മറ്റൊരു തൗബ ചെയ്യേണ്ട ഒരവസ്ഥയിലാണ് ഉള്ളത്. തൗബത്തുന തഹ്താജു ഇലാ തൗബത്തിൻ ഉഖ്റ. കാരണം മനസ്സറിയാതെയുള്ള തൗബയാണ് നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത്. നാവ് കൊണ്ടുള്ള തൗബ അത് അള്ളാഹു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. ഖൽബ് കൊണ്ടുള്ള ഖേദവും തൗബയും പശ്ചാത്താപവുമാണ് അല്ലാഹു തആല നമ്മളിൽ നിന്ന് തേടുന്നത്. തവ്വാബ് എന്ന ഇസ്മുമായിട്ട് ബന്ധം പുലർത്തൽ മഹത്തുക്കൾ പഠിപ്പിച്ചു. ഇതുമായി ബന്ധം ഉള്ള മനുഷ്യനിൽ എപ്പോഴും അള്ളാഹുവിൽ നിന്ന് തൗബ ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അല്ലാഹുമ്മ ജ്അൽനി മിനത്ത് തവ്വാബീൻ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ദുആ ആണ്. ഏത് സമയത്തും ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകണമെന്ന് പരിശുദ്ധ ദീന് പഠിപ്പിച്ച വുളൂ, ആ വുളൂ എന്ന മഹത്തായ കർമ്മം നിർവഹിച്ച ഉടനെ അവൻ ചെയ്യുന്ന ദുആയിൽപ്പെട്ട മഹത്തായ ഒരു വാക്യമാണിത്. അല്ലാഹുവേ തവ്വാബീങ്ങളിൽ നീ എന്നെ പെടുത്തണേ എന്നത്. അപ്പം അള്ളാഹുവിനോട് എപ്പോഴും തൗബ ചോദിക്കുന്ന ഒരു മനസ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന തൗബ സ്വീകരിക്കപ്പെടും എന്ന ഒരു ഉറപ്പോടുകൂടെയായിരിക്കണം നമ്മൾ തൗബ ചെയ്യേണ്ടത്. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയവനല്ലേ, ഇനി എൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കുമോ എന്ന ആ ഒരു ഭയം മാത്രം നമ്മളിൽ ഉണ്ടായി നമ്മൾ തൗബ ചെയ്യുമ്പോൾ അതിന് ഗുണം ഉണ്ടാവുകയില്ല. മറിച്ച് എൻ്റെ റബ്ബ് കാരുണ്യവാനാണ്, എൻ്റെ റബ്ബ് തവ്വാബാണ്. ആ തവ്വാബായ റബ്ബ്, ഞാൻ ആ റബ്ബിനോട് ചെയ്യുന്ന തൗബകളെല്ലാം സ്വീകരിക്കുമെന്ന ആ ഒരു ഉറപ്പ് നമ്മളിൽ ഉണ്ടാകണം. തൗബയുടെ കാരണത്താൽ ഉണ്ടാകുന്ന റഹ്മത്ത്, ആ റഹ്മത്തിൽ നിരാശ ഉണ്ടാകാൻ പാടില്ല, ആശയുള്ളവരാകണം. ഈ നിലക്കൊക്കെയാണ് ഇസ്മുമായിട്ട് ബന്ധം പുലർത്തേണ്ടത്. തവ്വാബ് എന്ന ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് മഹത്തുക്കൾ പഠിപ്പിച്ചു. എല്ലാ സന്ദർഭത്തിലും നീ തൗബ ചെയ്യുന്നവനാവുക എന്ന് മാത്രമല്ല, ഏതെങ്കിലും തിന്മ ചെയ്യുന്ന മനുഷ്യർ നിന്നോട്
കാരണം ബോധിപ്പിച്ചു കഴിഞ്ഞാൽ, അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയ തെറ്റാണ്, അല്ലെങ്കിൽ സാഹചര്യത്തിനടിമപ്പെട്ടുപോയി ചെയ്ത തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്ത മനുഷ്യന്മാർ വന്ന് കാരണങ്ങൾ പറയുമ്പോൾ അതിനെ സ്വീകരിക്കുന്നവനാകണം, അവർക്ക് മാപ്പ് ചെയ്യുന്നവനാകണം. എന്ന് മാത്രമല്ല, ഞാൻ ഒരു പ്രാവശ്യം മാപ്പ് കൊടുത്തു, 2 പ്രാവശ്യവും മാപ്പ് കൊടുത്തു, ഇനി ഞാൻ ഒരിക്കലും മാപ്പ് കൊടുക്കുകയില്ല എന്ന പ്രയോഗങ്ങൾ നമ്മളിൽ ഉണ്ടാകരുത്. ആ പ്രയോഗങ്ങൾ ഒരുത്തനിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ തവ്വാബ് എന്ന ഇസ്മ കൊണ്ട് സ്വഭാവം ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം തവ്വാബ് എന്ന് പറഞ്ഞാൽ എത്ര ആവർത്തനം വന്നാലും, എത്ര തെറ്റുകൾ ചെയ്ത് വീണ്ടും വീണ്ടും അള്ളാഹുവിലേക്ക് മനുഷ്യന്മാർ ഖേദിച്ച് മടങ്ങിയാലും അതൊക്കെ സ്വീകരിക്കുന്നവൻ എന്നാകുമ്പോൾ, നമ്മോട് ആരെങ്കിലും തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ കാരണങ്ങൾ പറയുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ആ ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാകണം. അതേപോലെ തന്നെ തെറ്റ് ചെയ്യുന്ന ആളുകളെ തൊട്ട് നമ്മൾ തിരിഞ്ഞു കളയണം. എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്ന ആളുകളെ നമ്മൾ ആളുകൾക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ വഷളാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകരുത്. അവർ പറയുന്ന ഉദ്റുകൾ, കാരണങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നവരാകണം. അതേപോലെ തന്നെ ഇസ്മിൻ്റെ പ്രത്യേകതയായി മഹത്തുക്കൾ പഠിപ്പിച്ചു, ഇതിനെ ധാരാളമായിട്ട് ചൊല്ലിയാൽ തൗബ യാഥാർത്ഥ്യമാകുന്നതാണ്. അതേപോലെ തന്നെ അവനെ ആക്രമിക്കുന്ന ആളുകളുടെ അക്രമത്തെ ഈ മഹത്തായ ഇസ്മ തടഞ്ഞു നിർത്തുമെന്നാണ്. ളുഹാ നിസ്കാരത്തിൻ്റെ ശേഷം 360 പ്രാവശ്യം ഒരുത്തൻ ഇതിനെ പതിവാക്കുന്നുണ്ട് എങ്കിൽ അവൻ്റെ തൗബ സമ്പൂർണമായി സ്വീകരിക്കപ്പെടും എന്നാണ്. അതേപോലെ തന്നെ ഒരു ലാലിമായ അക്രമിയായ മനുഷ്യൻ തന്നെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് 10 പ്രാവശ്യം വളരെ ഇഖ്ലാസോടുകൂടെ ഈ തവ്വാബ് എന്ന ഇസ്മ ചൊല്ലിയാൽ തീർച്ചയായും അവിടെ ആക്രമിക്കപ്പെടുന്ന വ്യക്തികൾ രക്ഷപ്പെടാൻ അത് സഹായകമാകുമെന്നാണ്. തൗബ കബൂലാകാൻ, അതുപോലെ തന്നെ തൗബയിലായി നിലകൊണ്ട ജീവിതം നയിക്കാൻ ഒക്കെ ഈ ഇസ്മ സഹായിക്കുന്നതാണ്. യാ തവ്വാബ് എന്ന ഇസ്മ നമ്മൾ ധാരാളമായി ചൊല്ലി അതിനെ നിർത്തുമ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹുമ്മ ജ്അൽനി മിനത്ത് തവ്വാബീന എന്ന ആ ഒരു ദുആ കൊണ്ട് ഈ ഇസ്മ ചൊല്ലലിനെ നിർത്തണം. അത് കൂടുതൽ ഫലം ചെയ്യുമെന്ന് പണ്ഡിതർ പഠിപ്പിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.